നമ്മുടെ സമൂഹത്തിലെ 12ാം തരം വരെ പഠിച്ച കുട്ടികൾക്ക് ഇതെന്താണ് പറ്റിയത്? അവർക്ക് ജീവിതത്തിൽ വിജയം പ്രാപിക്കാനാവുന്നില്ല, അവർ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നില്ല. അവർക്ക് വിദ്യാഭ്യാസം എന്ന രീതിയിൽ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ കൊണ്ട് എന്തെങ്കിലും അവർക്ക് സംഭവിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു ചോദ്യമാണ്, 10ലെ ഫുൾ A+ മേടിക്കുന്ന കുട്ടികളൊരു 10 പേരുണ്ട് എന്നുണ്ടെങ്കിൽ +2-ലെത്തുമ്പോൾ അത് ഒരാൾ പോലും ഉണ്ടാവില്ല ഫുൾ A+ ഉള്ള കുട്ടികൾ. ഞങ്ങളുടെ അവിടെയൊക്കെ അത് കാരണം കൊണ്ട് പ്രാവശ്യം ഫുൾ A+ ഉള്ള +2-ന് പഠിക്കുന്ന കുട്ടികൾക്കുള്ള പാരിതോഷികം കൊടുക്കുമ്പോൾ ഫുൾ A+ എന്നുള്ളത് മാറ്റിയിട്ട് ഉയർന്ന മാർക്ക് നേടിയ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതായി. 10ാം ക്ലാസ് വരെ കുട്ടികൾ തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. തോൽവി എന്താണെന്ന് ജീവിതത്തിലെ അല്ലെങ്കിൽ ക്ലാസ്സുകളിലെ ഒന്നും അറിയാത്ത കുട്ടികളാണ് +2-ലേക്ക് എത്തുന്നത്. തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അക്ഷരങ്ങളും കൃത്യമായിട്ട് അറിയുന്നിട്ടില്ല എന്ന് പറയും. അക്ഷരങ്ങൾ കൃത്യമായിട്ട് അറിയാത്ത കുട്ടികൾ ഈ +2-ലേക്ക് എത്തുമ്പോൾ, +2-ലൊക്കെ അക്ഷരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള അക്ഷരങ്ങളാണ് പ്രത്യേകം പറയണത് കേട്ടോ. +2-ലേക്ക് എത്തുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഭാഷകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന വിഷയങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ് നമ്മൾ എഴുതേണ്ടി വരുന്നത് മുഴുവനും. അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോഴാണ് അതിനൊരു പ്രാധാന്യം കിട്ടുക എന്നാണ് നമ്മൾ പറയുക. ഈ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ഇംഗ്ലീഷിലെ അത് ആ പഠിക്കുന്ന വിഷയങ്ങൾ മുഴുവനായിട്ട് ആശയവിനിമയം നടത്താൻ പറ്റാറില്ല. അതായത് അവർക്ക് സാധാരണ നമ്മൾ മലയാളികളുടെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ മലയാളത്തിൽ ആദ്യം ആലോചിച്ചിട്ടാണ് നമുക്ക് ഇംഗ്ലീഷിൽ മലയാളം നല്ല അടിസ്ഥാനപരമായിട്ട് വ്യക്തമായി കഴിഞ്ഞാലാണ് അവർക്ക് ഇംഗ്ലീഷ് വളരെയധികം ഏത് ഭാഷയും കൈകാര്യം ചെയ്യാൻ പറ്റുക. അപ്പോൾ മലയാളം ഇതുവരെ അറിയാത്ത കുട്ടികൾക്ക് ഇംഗ്ലീഷ് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും എല്ലാതും ഇംഗ്ലീഷിൽ എഴുതുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അത്രയും കൂടെ ഒരു സുഖമുള്ള ഒരു കാര്യമല്ല. അതൊരു കാര്യമാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 എത്തിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-നേക്കാൾ കുട്ടികൾ കുറച്ചും കൂടെ വളരുകയാണ്. കുറച്ചും കൂടെ വളരുമ്പോൾ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിത സാഹചര്യത്തിലേക്ക് അവർ പോവുക. 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ, അങ്ങനെയൊക്കെയുള്ള കൂട്ടുകാരെ, 5 മുതൽ അവർക്ക് 10 വരെയുള്ള കൂട്ടുകാരെ, അല്ലെങ്കിൽ 1ാം ക്ലാസ് മുതൽ 10 വരെയുള്ള കൂട്ടുകാർ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ +1-ലേക്ക് കടക്കുമ്പോൾ നമ്മളൊരു ഏകജാലകം വഴിയാണല്ലോ ഇപ്പം നമ്മുടെ കുട്ടികളെ നമ്മൾ +1-ലേക്ക് ചേർത്തണത്. പല ഭാഗത്തു നിന്നുള്ള, അതായത് അവരുടെ ഒരു സേഫ് സോൺ വിട്ടിട്ട് അവർ കുറച്ചും കൂടെ അതിനപ്പുറത്തേക്കുള്ള ഒരു ഭാഗത്തേക്ക് കിടക്കും. അപ്പോൾ കുറച്ചും കൂടെ പല ഭാഗത്തു നിന്ന് പലതരം സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളെയായിട്ടും ടീച്ചർമാരെയൊക്കെ ആയിട്ടും എല്ലാം അവർക്ക് ഇടപഴകേണ്ടി വരും. ഇടപഴകേണ്ടി വരുമ്പോൾ ജീവിതത്തിൽ ഇതുവരെ എല്ലാം വളരെ എളുപ്പത്തിൽ ലഭ്യമായിട്ടുള്ള കുട്ടികൾക്ക് +2 എത്തിക്കഴിഞ്ഞാൽ ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അവർ ഇതുവരെ നേരിട്ടിട്ടില്ല. വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ അവരുടെ കൈകളിലായിരുന്നു. അതായത് ഇപ്പോൾ ഒക്കെ എളുപ്പമാക്കിയിട്ട്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഹോംവർക്ക് കൊടുത്താൽ പോലും ഒക്കെ എളുപ്പത്തിൽ അവർക്ക് ഇപ്പോൾ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ ഒക്കെ ഈ ഇൻ്റർനെറ്റ് വഴിയൊക്കെ കിട്ടുന്ന കാലമാണ്. അത് കഴിഞ്ഞ് +1 +2-ലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലേക്ക് ഇവർ വരുമ്പോൾ പല ജീവിത സാഹചര്യങ്ങളും നേരിടേണ്ടി വരുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ നേരിട്ട് അവർ പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ ജീവിത മൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ അവർക്ക് ലഭ്യമല്ല. പഠിക്കുക എന്നുള്ള പരിപാടി മാത്രമേ അവർക്കുള്ളൂ. ഇപ്പോൾ നേരില്ല. ഇപ്പോൾ അതിൽ അധ്യാപകരുടെ കാര്യമാണെങ്കിലും പോഷൻ തീർക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. പ്രധാനമായിട്ടും അതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ മുന്നേയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ക്ലാസ്സുകളിലൂടെയും അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നൽകി പോന്നിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. അത് വീട്ടിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടിയിരുന്നു. ഇപ്പം അതില്ല. പഠിക്കുക, മാർക്ക് വാങ്ങിക്കുക, എന്തെങ്കിലും ജോലി വാങ്ങിക്കുക, പുറത്തേക്ക് പോവുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് മാത്രമായിട്ട് പൈസ സമ്പാദിക്കുക എന്ന് മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ +2 എന്ന് പറയുന്ന ഒരു സമയത്തേക്ക് എത്തുമ്പോൾ ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് മൂല്യങ്ങളില്ല, നല്ല ബന്ധങ്ങളില്ല. എല്ലാവരും അവരവർ സ്വയം എനിക്ക് എന്നുള്ളൊരു ചിന്തയിലേക്ക് അവർ വരുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ മത്സരബുദ്ധിയും കൂടുതലാണിപ്പോൾ. പിന്നെ ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഈ കുട്ടികളായിട്ട് ഇപ്പം നമ്മൾ പങ്കുവെച്ചിട്ട് ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ
പങ്കുവെക്കുക എന്ന് പറയും. അതിപ്പോൾ നമുക്കൊരു സംശയമായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയതായിക്കോട്ടെ, അതിപ്പോൾ അങ്ങനൊരു സാഹചര്യം കുട്ടികളിൽ വീട്ടിൽ നിന്നും വരുന്നില്ല, സ്കൂളിൽ നിന്നും വരുന്നില്ല. എല്ലാവരും ഞാൻ തന്നെ മുന്നിൽ നിന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോൾ വരുന്നത്. ഇതൊക്കെ ഇവരുടെ ഒരു ജീവിതശൈലിയിൽ മാറ്റം ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട്.